ഹരേ രാമ. നമുക്ക് ഈ രാമായണ മാസാചരണം ഒരു മാസക്കാലം നമ്മൾ ഭക്തിയോടെ ശ്രദ്ധയോടെ രാമായണം പാരായണം ചെയ്തു. അതിൻ്റെ വിവിധ തലങ്ങളിലൂടെ സഞ്ചരിച്ചു. എങ്കിലും എപ്പോഴും ചില ചോദ്യങ്ങൾ രാമചന്ദ്രനെതിരെ, എല്ലായ്പ്പോഴും ശ്രീരാമചന്ദ്രനെതിരെ ഈ കലിയുഗ മനുഷ്യർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിലൊരു പ്രധാന ചോദ്യമാണ്, ശ്രീരാമചന്ദ്രൻ ബാലിയെ ഒളിച്ചു നിന്ന് അമ്പെയ്ത് വധിച്ചത് വളരെ തെറ്റല്ലേ, അധർമ്മമല്ലേ എന്നൊക്കെ. ശ്രീരാമചന്ദ്രൻ ധർമ്മത്തിൻ്റെ പ്രതിരൂപമാണ്. അതുകൊണ്ടാണ് ധർമ്മത്തിന് വേണ്ടി, ധർമ്മ ഉപദേശം സ്വീകരിക്കുവാൻ വേണ്ടി വിഷ്ണു സഹസ്രനാമം എന്ന ആ ഒരു സ്തുതി തന്നെ ഉണ്ടായി. അതായത് ധർമ്മോപദേശം തേടി യുധിഷ്ഠിര മഹാരാജാവ് ശരശയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ്റെ അരികിൽ ചെല്ലുമ്പോൾ ധാനധർമ്മ ഭീഷ്മ യുധിഷ്ഠിര സംവാദേ ശ്രീ വിഷ്ണു ദിവ്യ സഹസ്രനാമ സ്തോത്രമല്ലേ പറയുന്നത്. മഹാഭാരതത്തിലെ അനുശാസനിക പർവ്വത്തിലെ ധാനധർമ്മ ഭീഷ്മ യുധിഷ്ഠിര സംവാദമാണത്. അപ്പോൾ ദാനത്തെക്കുറിച്ചും ധർമ്മങ്ങളെക്കുറിച്ചുമുള്ള ഭീഷ്മരുടെ അവസാന വാക്കുകളാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ധർമ്മം എന്താണ് എന്ന് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് വിഷ്ണു സഹസ്രനാമം. അതിനോട് ചേരുന്നതാണ്. ആ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നില്ലെങ്കിൽ അതിനു പകരമാണ് ശ്രീ മഹേശ്വരൻ ഉമാദേവിയോട് പറയുന്നത്, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം ശ്രീരാമനാമവരാനനെ ശ്രീരാമനാമവരാനനെ. അപ്പോൾ വിഷ്ണു സഹസ്രനാമം നമ്മൾ ജപിക്കുന്നത് എന്തിനാണെന്ന് അറിയുമോ? നമ്മൾ ധർമ്മത്തോടുകൂടി ജീവിതം ആചരിക്കുവാൻ, ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളിൽ ധർമ്മത്തോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. അത് ധർമ്മമാണ് ബേസിക്. അതിലൂടെയാണ് അർത്ഥം എന്ന പുരുഷാർത്ഥം സമ്പാദിക്കുന്നത്. അതിനുശേഷം ധർമ്മം, അർത്ഥം, ആ ധർമ്മത്തിലൂടെ അർത്ഥം സമ്പാദിച്ച് നമ്മുടെ കാമനകളെയൊക്കെ പൂർത്തീകരിച്ച് ധർമാർത്ഥ കാമ മോക്ഷത്തിലേക്ക് പോകുന്നു. അപ്പോൾ ആ ധർമ്മത്തിനോടുകൂടി എങ്ങനെ ജീവിക്കണം എന്ന് കാണിച്ചു തരികയാണ്. നമ്മൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ ഓരോരുത്തരും ധർമ്മമൂർത്തികളായി മാറും. ക്രമേണ നാം അറിയാതെ തന്നെ നമ്മിലൊരു പരിവർത്തനമുണ്ടാകും. അപ്പോൾ അതിന് കഴിയാത്തവർക്ക്, അത് പഠിക്കാൻ പറ്റാത്തവർക്ക്, അത് ജപിക്കാൻ അറിയാത്തവർക്ക് എന്ത് ചെയ്യണം എന്ന് ശ്രീദേവി ചോദിക്കുമ്പോൾ സാക്ഷാൽ ശ്രീ ഭഗവാൻ പരമേശ്വരൻ പറഞ്ഞു കൊടുക്കുകയാണ്, ശ്രീരാമനാമം ജപിക്കൂ ദേവി. അതാണ് സഹസ്രനാമം ജപിക്കുന്നതിനേക്കാളും വളരെ ലളിതം അല്ലേ? അത് ജപിച്ചാൽ ധർമ്മത്തെ തിരിച്ചറിയാൻ കഴിയും. ഈ സഹസ്രനാമം ജപിച്ച് നേടിയെടുക്കുന്ന ധർമ്മബോധത്തേക്കാൾ ശ്രേഷ്ഠമാണ് ശ്രീരാമനാമം. ശ്രീരാമ രാമ രാമേതി ജപിക്കൂ, രാമരാമേതി ജപിക്കൂ, രാമരാമ മന്ത്രം ജപിക്കൂ, ശ്രീരാമന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ശ്രീരാമൻ ആരാണ്? ധർമ്മമൂർത്തിയല്ലേ? സഹസ്രനാമത്തിന് നാമം ജപിച്ച് കിട്ടുന്ന ധർമ്മത്തേക്കാൾ, അത് വിഷ്ണു സഹസ്രനാമം ജപിച്ച് കിട്ടുന്ന ധർമ്മത്തേക്കാൾ ശ്രേയസ്കരമാണ് എന്ത്? ശ്രീരാമചന്ദ്രന്റെ നാമം, രാമനാമം ജപിച്ചാൽ കിട്ടുന്ന ധർമ്മബോധം. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ധർമ്മത്തിന്റെ മൂർത്തി തന്നെയല്ലേ? അതതിൽ നിന്ന് ഏറ്റവും വലിയൊരു തെളിവല്ലേ? പിന്നെ ബാലിയെ എന്തിനാണ് ഒളിച്ചു നിന്ന് വധിച്ചതെന്ന് ബാലിക്കൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ബാലി, ആര് ബാലിയോട് എതിർത്താലും ആ എതിർക്കുന്ന ആളിൻ്റെ പകുതി ബലം ബാലിക്ക് ലഭിക്കും എന്നാണ് അനുഗ്രഹം. അപ്പോൾ ബാലിക്ക് തൻ്റെ പിതാവായ ഇന്ദ്രൻ കൊടുക്കുന്ന വരമാണ്. ഇതൊക്കെ ഞാൻ വിശദമായിട്ട് രാമായണ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരിട്ട് രാമചന്ദ്രപ്രഭു ബാലിയെ വധിക്കാൻ പറ്റുമോ? അപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ പകുതി ബലമൊന്നും കിട്ടില്ല ബാലിക്ക്. എങ്കിലും ബാലിയെ മറഞ്ഞു നിന്നെങ്കിലും അമ്പെയ്യുമ്പോൾ ഭഗവാൻ നേരിട്ട് തന്നെ വന്നാണ് അമ്പെയ്യുന്നത്. മറഞ്ഞു നിന്ന് ആ യുദ്ധം വീക്ഷിച്ച് ബാലി ഏതാ സുഗ്രീവൻ ഏതാന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടി നോക്കി മറഞ്ഞു നിന്നുവെങ്കിലും അമ്പെയ്യുന്നത് നേരെ തന്നെയാണ്. ഇനി എന്തിനാണ് അമ്പെയ്തത്? ബാലി വളരെ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണെന്ന് ബാലി തന്നെ താരയോട് പറയുന്നുണ്ട്. അങ്ങനെ ശ്രീരാമന് ലങ്കാധിപനുമായിട്ട് യുദ്ധം ചെയ്ത് സീതാദേവിയെ വീണ്ടെടുക്കണമെങ്കിൽ ഞാനല്ലയോ ഏറ്റവും വലിയ ശക്തൻ, ഞാനല്ലയോ അവിടുത്തെ ഏറ്റവും വലിയ ഭക്തൻ.
അപ്പോൾ എന്നോടല്ലേ സഖ്യം ചെയ്യേണ്ടു? രാജ്യമില്ലാത്ത, സൈനിക ബലമൊന്നുമില്ലാത്ത, എന്നെ ഭയന്ന് ഋഷ്യമുഖജലത്തിൽ പോയി ഒളിച്ചു താമസിക്കുന്ന 4 മന്ത്രിമാരുടെ കൂടെ പോയി ജീവിക്കുന്ന എൻ്റെ അനുജനായ സുഗ്രീവനോടാണോ അദ്ദേഹം സഖ്യം ചെയ്യേണ്ടത്? ഞാനല്ലേ എല്ലാറ്റിനും യോഗ്യൻ എന്ന് ചോദിക്കുന്നുണ്ട്. വളരെ സത്യമാണ്. രാവണനെ തൻ്റെ പൃഷ്ഠഭാഗത്ത് വാലെ ചുറ്റിക്കെട്ടി സപ്തസാഗരങ്ങളും താണ്ടിക്കടന്നവനാണ് ബാലി. രാവണനെയൊക്കെ നിശേഷം നിഗ്രഹിക്കാൻ ശക്തിയുള്ളവനാണ്. പക്ഷേ അതിനുശേഷം സുഗ്രീവനും രാവണനും തമ്മിലൊരു സഖ്യം ചെയ്തു. കിഷ്കിന്ധയും ലങ്കയും തമ്മിൽ ഒരിക്കലും ഒരു ശത്രുരാജ്യമല്ല എന്ന്. അപ്പോൾ ആ ഒരു സഖ്യം നിലവിലുണ്ട്. അതിനേക്കാൾ വലിയ സത്യം എന്താണെന്ന് അറിയണ്ടേ? ബാലി മായാവിയായ അസുരനോട് യുദ്ധം ചെയ്ത് അങ്ങനെ ആ അസുരൻ്റെ ഒരു ഗുഹയിലേക്ക് പോയി ഒളിക്കുമ്പോൾ അവിടെ കാവൽ നിർത്തിയിരിക്കുന്ന ബാലി, ആ ഭാഗമൊക്കെ ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അവിടെ കാവൽ നിൽക്കുന്ന ബാലിയെ ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നു പോകുന്നു. അങ്ങനെ രക്തം വന്നു കഴിഞ്ഞാൽ ഞാൻ മരിച്ചതായിട്ട് സങ്കല്പിച്ച് ഗുഹയൊക്കെ മൂടിയിട്ട് നീ പോവുക, പാലാണ് ഗഹുരത്തിൻ്റെ വാതിലിലൂടെ ഒഴുകി വരുന്നതെങ്കിൽ അസുരനാണ് മരിച്ചതെന്ന് കരുതുക എന്നൊക്കെ പറഞ്ഞുള്ള അടയാളവാക്യങ്ങളൊക്കെ പറഞ്ഞു. ആ ദുന്ദുഭി എന്ന മായ അസുരൻ തന്റെ ജ്യേഷ്ഠനായ ബാലിയെ വധിച്ചു എന്ന് കരുതി സുഗ്രീവൻ 1 വർഷക്കാലത്തോളം ഗുഹയ്ക്ക് കാവൽ നിന്നിട്ട് തിരികെ വളരെ വിഷമത്തോടുകൂടി കൊട്ടാരത്തിൽ വന്ന് പറയുകയാണ്, ജ്യേഷ്ഠൻ ഇത്രയും കാത്തു നിന്നിട്ടും ജ്യേഷ്ഠനെ കണ്ടില്ല. ജ്യേഷ്ഠൻ പറഞ്ഞതുപോലെ തന്നെയുള്ള അടയാളങ്ങളാണ് ഗഹ്വരത്തിലൂടെ വന്നത് എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം കിഷ്കിന്ധയെ സംരക്ഷിക്കേണ്ട കാര്യം സുഗ്രീവൻ്റേതായി മാറി. അങ്ങനെ സുഗ്രീവൻ കിഷ്കിന്ധ ഭരിക്കുകയാണ്. അപ്പോഴാണ് ബാലി തിരിച്ച് ആ ഗുഹയിൽ നിന്ന് എന്നെ കൊല്ലുവാൻ നീ നോക്കിയില്ലേ, അതുകൊണ്ടല്ലേ നീ പാറയൊക്കെ എടുത്തു വെച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബാലി സുഗ്രീവനെ കൊല്ലുവാൻ വേണ്ടി ഒരേ അമ്മയുടെ മക്കളാണ്. പക്ഷേ അച്ഛൻ 2 പേരാണ്. ഞാനത് പറഞ്ഞു. ഒരാൾ അരുണനാണ് ആ 2 പേരുടെയും അമ്മ. ഒരാൾ സുഗ്രീവൻ സൂര്യന്റെ മകനും ബാലി ദേവേന്ദ്രന്റെ മകനുമാണ്. അമ്മയാകുന്നത് അരുണനാണ്. അത് സൂര്യഭഗവാന്റെ തേരാളിയായ അരുണൻ. ആ കാര്യമൊക്കെ ഞാൻ വിശദമായി പറഞ്ഞു തന്നതാണ്. അപ്പോൾ ആ 2 സഹോദരന്മാർ 2 പേരും ഒരേപോലെ കിഷ്കിന്ധയ്ക്ക് അവകാശിയാണ്. എങ്കിലും അവർ കിഷ്കിന്ധയിലെത്തിയ കാര്യമൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവകാശിയാണെങ്കിലും അനുജനെ കൊല്ലുവാൻ വേണ്ടി ഈ ഭൂമണ്ഡലം മുഴുവൻ ഇട്ട് ഓടിച്ചു. അതുകൊണ്ടാണ് ഭൂമിയുടെ ഏത് പ്രദേശത്തെക്കുറിച്ചും സുഗ്രീവന് നല്ല പിടിപാടാണ്. ബാലി സുഗ്രീവനെ കൊല്ലുവാൻ വേണ്ടി ഭൂതലം മുഴുവൻ ഓടി. ആ ഒരു നെട്ടോട്ടത്തിനിടയിൽ ഭൂമണ്ഡലത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലൂടെയും സഞ്ചരിച്ചത് കാരണമാണ് ഹനുമാനോടും ഒരുപാട് കാര്യങ്ങളൊക്കെ അതുപോലെ വാനര സൈന്യങ്ങളും എവിടെയെല്ലാം ചെന്ന് സീതാദേവിയെ അന്വേഷിക്കണമെന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചറൊക്കെ അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഓടിച്ച് നാട്ടിൽ നിന്ന് അകറ്റിയ ശേഷം തന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സുഗ്രീവന്റെ ഭാര്യയായ രുമ എന്ന് പറയുന്ന ആ ഭർത്തൃമതിയായ പതിവ്രതയായ ഭാര്യയെ അവരുടെ ഇഷ്ടം കൂടാതെ ഈ ബാലി സ്വന്തം ഭാര്യയാക്കി, തൻ്റെ ഭാര്യയായ താരയെ കൂടാതെ. അപ്പോൾ അതും തൻ്റെ അനുജനും ആ രുമയുടെ ഭർത്താവും ആയ ആ സുഗ്രീവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തിനെ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിച്ചിട്ട് അദ്ദേഹം പ്രാണരക്ഷാർത്ഥം ബാലി ഒരിക്കലും കടന്നു ചെല്ലാത്ത ആ ഋഷ്യമുഖജലത്തിൽ പോയി താമസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഒരു കൊടിയ പാതകമാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയല്ലേ ഏറ്റവും വലിയ തെറ്റ്, അധർമ്മം. സഹോദരന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അവനവന്റെ മകളെ പോലെയാണ് കാണേണ്ടതെന്നാണ് ശ്രീരാമചന്ദ്രൻ ബാലിയോട് പറയുന്നത്. യുദ്ധക്കളത്തിൽ രാമശരമേറ്റ് ഭൂമിയിൽ വീഴുന്ന ബാലിയെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട്, ഞാൻ ധർമ്മമുള്ള ആളല്ലേ, ഭക്തിയുള്ള ആളല്ലേ, അങ്ങ് പിന്നെ അങ്ങുമായിട്ട് എനിക്ക് യാതൊരു ശത്രുതയുമില്ലല്ലോ, പിന്നെ എന്തിനാണ് അങ്ങനെ ഈ അമ്പ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ രാമചന്ദ്രൻ ഇത് തന്നെയാണ് പറയുന്നത്. അധർമ്മമാണ്. ഒരു രാജാവ് ഒരിക്കലും അധർമ്മം ചെയ്യാൻ പാടില്ല. അപ്പോൾ പ്രജകളും അത് കണ്ട് രാജ്യത്ത് അരാജകത്വവും അധർമ്മവും നിലനിൽക്കും.
അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. സ്വന്തം ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ആ ഭർത്താവിനെ ഭാര്യയിൽ നിന്ന് നാട്ടി അകറ്റിയതിന് ശേഷം ആ ഭാര്യയെ ബലാത്കാരമായി സ്വന്തമാക്കുന്ന ആ ധർമ്മം, അത് ധർമ്മമാണോ? അധർമ്മം തന്നെയാണ്. അതാണ് ഒന്നാമതായിട്ട് ആ അധർമ്മത്തിന് വേണ്ടിയാണ് ശ്രീരാമചന്ദ്രൻ ബാലിയെ നിഗ്രഹിക്കുന്നത്. മറ്റൊരെണ്ണമാണ് ബാലി രാവണനുമായി ലങ്കാധിപനുമായി സഖ്യം ചെയ്തിട്ടുണ്ട്. ശത്രുതയില്ലാതെ പരസ്പരം ലങ്കയും കിഷ്കിന്ധയും ഒന്നിച്ചു പോകാമെന്നുള്ള അങ്ങനെയുള്ള ബാലിയോട് എന്ന് സീതാദേവിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി സഖ്യം ചെയ്യുന്നത് ശരിയായ കാര്യമല്ല. പിന്നെ ഒന്ന് നോക്കുമ്പോൾ പിന്നെ മറ്റൊരു കാര്യം നമ്മൾ നോക്കുമ്പോൾ ബാലി വധത്തിന് ശേഷം താരയെ സുഗ്രീവൻ തന്റെ ഭാര്യയായി സ്വീകരിച്ചില്ലേ രുമയോടൊപ്പം തന്നെ എന്ന് ചോദിക്കാം. അത് വളരെ ശരിയാണ്. കാരണം താരയ്ക്ക് പിന്നീട് അംഗദനാണ് അടുത്ത യുവരാജാവ്. താരയുടെയും ബാലിയുടെയും മകൻ അംഗദനെ സ്വന്തം മകനായി കരുതി യുവരാജാവായി വാഴിക്കണമെന്നുള്ള കൃത്യമായ നിർദ്ദേശം ഭഗവാൻ കൊടുത്തിട്ടുണ്ട് സുഗ്രീവന്. അപ്പോൾ അത് ഒരു മുതിർന്ന ഒരു രാജമാതാവ് എന്നുള്ള ഒരു സ്ഥാനവും രാജ്യത്തെ ഒരു ഏറ്റവും ശ്രേഷ്ഠ വനിത എന്നുള്ള ഒരു സ്ഥാനവും നൽകി അവരെ സംരക്ഷിക്കണം. അതൊരു ഇന്ദ്രിയമായ സുഖത്തിനു വേണ്ടിയുള്ള ഒരു ഭാര്യ ഭർത്തൃ ബന്ധമായിരുന്നില്ല സുഗ്രീവനും താരയും തമ്മിലുള്ളത്. താര പഞ്ചരത്നങ്ങളിലൊരു സ്ത്രീയാണ്, ആഢ്യയാണ്, ശ്രേഷ്ഠയാണ്. അവർ പതിവ്രത രത്നമായിരുന്നു. ആ താര പിന്നെ എന്തുകൊണ്ടാണ് തന്റെ ഭർത്താവ് ശ്രീരാമചന്ദ്രന്റെ കയ്യാൽ മരിക്കപ്പെട്ടപ്പോൾ അടുത്ത അനുജനായ സുഗ്രീവന്റെ ഭാര്യയായി മാറിയത് എന്ന് ചോദിക്കുമ്പോൾ ഭാര്യ തന്നെയാണ് തന്റെ മരണത്തിന്റെ അന്ത്യനിമിഷത്തിൽ സുഗ്രീവനോട് പറയുന്നത്, എന്റെ ഭാര്യയെ നീ സംരക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. അത് തന്നെയുമല്ല, ശ്രീരാമചന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണ്. അവരുടെ ഭർത്താവ് മരിച്ചതാണ്, അവരെ അനാഥയായി ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ജീവിതത്തിന് പൂർണ്ണമായ ഒരു സപ്പോർട്ട് കൊടുക്കണം. അവരുടെ ജീവിതം, മുന്നോട്ടുള്ള ജീവിതത്തിന് ഭഗവാൻ അവർക്ക് താരോപദേശം നൽകുന്ന ഭാഗമുണ്ടല്ലോ. ആ താരോപദേശത്തിൽ തന്നെ അവർ ജീവിതത്തിന്റെയും ദേഹബോധത്തിന്റെയും വിലയില്ലായ്മ മനസ്സിലാക്കുന്നുണ്ട് ഭഗവാന്റെ ഉപദേശം കേട്ടപ്പോൾ തന്നെ. അത് കേട്ടുകൊണ്ട് നിന്ന് സുഗ്രീവനും അതേ ബോധം തന്നെയാണ്. ആ തത്വജ്ഞാനം ഇന്ദ്രിയ സുഖങ്ങൾ നിമിഷാർത്ഥങ്ങളാണെന്നും അതിൽ രമിക്കുന്ന മനുഷ്യന് നിത്യമായ സുഖം ലഭിക്കുന്നില്ല എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഭഗവാൻ കൊടുക്കുമ്പോൾ ആത്മാവാണ് യഥാർത്ഥത്തിൽ ആത്മാവിൽ രമിക്കുന്നവരാണ് യഥാർത്ഥ സന്തോഷമായിട്ടിരിക്കുന്നവൻ എന്നും അത് ബാലി വളരെ ശ്രേഷ്ഠമായ ആത്മാവിനുടമയായി എന്റെ ശരം ബാലിക്ക് ഏറ്റപ്പോൾ തന്നെ ശ്രേഷ്ഠ ലോകങ്ങളിലേക്ക് ബാലി പോയി. അപ്പോൾ ശരീരത്തെ അല്ലല്ലോ സ്നേഹിക്കേണ്ടത്, ശരീരം നഷ്ടപ്പെട്ട് കിടക്കുന്ന നിശ്ചേഷ്ടമായ ശരീരമല്ല ഒരു വ്യക്തിക്ക് പ്രധാനം എന്നൊക്കെ ഭഗവാൻ ഒത്തിരി ഉപദേശം കൊടുക്കുന്നപ്പോൾ താരയും താത്വികമായിട്ടുള്ള ആത്മബോധത്തിലേക്ക് വരികയാണ്. പിന്നീട് സുഗ്രീവനോടൊപ്പം താരാദേവി കഴിയുന്നുവെങ്കിലും അതൊരു രാജമാതാവിന്റെ സ്ഥാനം കൊടുത്ത് അവരുടെ ജീവിതത്തിന് ഒറ്റപ്പെടൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സംരക്ഷിക്കുക എന്ന കടമയും കൂടിയാണ് അവിടെ ആ ഭാര്യാപദത്തിലൂടെ കൊടുത്തത്. അപ്പോൾ ഇതിൽ ധാരാളം ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. കാരണം ധർമ്മബോധമുള്ള ശ്രീരാമചന്ദ്രൻ ത്രേതായുഗത്തിൽ ചെയ്ത ധർമ്മമൂർത്തിയായ അദ്ദേഹം ചെയ്ത ഏതെങ്കിലും ഒരു കർമ്മം കലിയുഗ മനുഷ്യന് ചെയ്യാൻ കഴിയുമോ? ഭരതന് വേണ്ടി രാജ്യം അമ്മയുടെ അച്ഛന്റെ മുമ്പിൽ ഉപേക്ഷിച്ച ശേഷം കാനനത്തിൽ വന്ന ശ്രീരാമചന്ദ്രൻ ഭരതൻ തന്നെ അന്വേഷിച്ച് വീണ്ടും ചിത്രകൂടാചലത്തിലേക്ക് വരുന്നു. എന്നിട്ട് ഭരതൻ എന്താണ് ശ്രീരാമചന്ദ്രനോട് പറയുന്നത്? അങ്ങ് രാജ്യാഭിഷേകം ചെയ്തില്ലെങ്കിൽ ഞാൻ പ്രായോപവേശം ചെയ്തിട്ട് ഞാൻ മരിക്കും. ഞാൻ ആഹാരവും ജലവും ഒന്നും കഴിക്കാതെ അവിടെ ദർഭ വിരിച്ചിരുന്ന് മരിക്കാൻ തയ്യാറായി തുടങ്ങുകയാണ്. അപ്പോഴാണ് ശ്രീരാമചന്ദ്രന്റെ വസിഷ്ഠ മഹർഷി ശ്രീരാമചന്ദ്രന്റെ
അവതാര ലക്ഷ്യത്തെക്കുറിച്ച് ഭരതനോട് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഭരതൻ പാദുകങ്ങളുമായി പോകുന്നത്. ആ സമയത്ത് ഇന്നത്തെ മനുഷ്യൻ ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കാൻ അർഹതയില്ലാത്തവർ, അധർമ്മത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ് എല്ലാവരും. അവർ ശ്രീരാമചന്ദ്രനെ വിശകലനം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ആ ഭാഗം ചർച്ച ചെയ്യാത്തത്? ശ്രീരാമചന്ദ്രൻ അങ്ങനെ അധർമ്മിയായിരുന്നുവെങ്കിൽ ഭരതൻ വീണ്ടും വന്ന് എന്നോടൊപ്പം ജ്യേഷ്ഠൻ വന്നില്ലെങ്കിൽ, രാജ്യഭാരം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഞാൻ മരിക്കുമെന്നൊക്കെ പറയുമ്പോൾ അത്രയും പറയുന്നതിന് മുമ്പ് തന്നെ ആ രാജ്യമൊക്കെ ഏറ്റെടുക്കില്ലായിരുന്നു. അങ്ങനെ സ്വാർത്ഥതയിലൂടെ ചിന്തിക്കുന്ന വ്യക്തിയായിരുന്നുവെങ്കിൽ സീതാദേവിയെ വീണ്ടും കിട്ടാൻ വേണ്ടി ഭാര്യയെ ധർമ്മമില്ലാത്ത രീതിയിലാണ് കൊല ചെയ്തതെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്വാർത്ഥതയുള്ള പ്രകൃതക്കാരനായിരുന്നു ശ്രീരാമചന്ദ്രനെങ്കിൽ ഒരിക്കലും ആ ഭരതനെ തിരിച്ചയക്കില്ലായിരുന്നു. ഭരതന്റെ കൂടെ പോവുകയോ അല്ലെങ്കിൽ ഞാൻ തന്നെ രാജാവായി വാഴാം എന്നൊക്കെ തീരുമാനിക്കുമായിരുന്നു ഭഗവാൻ. എന്നിട്ട് അച്ഛന് കൊടുത്ത വാക്ക്, ഒരു പുത്രന്റെ ധർമ്മം എല്ലാമാണ് അവിടെ നടത്തുന്നത് ഭഗവാൻ. അപ്പോൾ ധർമ്മത്തിന്റെ പ്രതിരൂപമായ ശ്രീരാമചന്ദ്രനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ, നമ്മൾ ധർമ്മത്തിന്റെ 4 കാലുകളിൽ ഒരു കാൽ മാത്രം അവശേഷിക്കുന്നേ ഉള്ളൂ കലിയുഗത്തിൽ. ബാക്കിയെല്ലാം നഷ്ടപ്പെട്ട് 4 കാലിൽ നിൽക്കുന്ന ഈ ഭൂമിയാകുന്ന ഒരു പശു, ഗോവ്, അതിന്റെ 3 കാല് നഷ്ടപ്പെട്ടു. അടുത്ത ഒരു കാലിലാണ് കലി വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ആര് കാണുന്നത്? ഭാഗവതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പരീക്ഷിത് മഹാരാജാവ് 3 കാലുകളുള്ള പശുവിനെ വെട്ടുന്ന ഒരാളെ കാണുന്നു. അത് കലിയായിരുന്നു. അപ്പോൾ ആ കലിയുഗത്തിൽ ധർമ്മത്തിന്റെ എല്ലാ കാലുകളും നഷ്ടപ്പെട്ട് അരക്ഷിതമായി ജീവിക്കുന്ന മനുഷ്യ മനസ്സുകൾ ധർമ്മബോധത്തിന്റെ പ്രതിരൂപമായ ശ്രീരാമചന്ദ്രനെ വിശകലനം ചെയ്യാൻ ഒരു അല്പം പോലും യോഗ്യതയുള്ളവരല്ല ആരും. നമുക്ക് ധർമ്മം എന്താണെന്ന് അറിഞ്ഞുപോലും കൂടാ. ധർമ്മത്തിലൂടെ ജീവിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ? അങ്ങനെയുള്ളവർക്ക് ധനസമ്പാദനമോ ഭൗതിക ജീവിതത്തിനുള്ള ആഗ്രഹമോ എല്ലാം പിടിച്ചെടുക്കുവാനുള്ള ആഗ്രഹങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. ധർമ്മം എന്ന് പറയുന്നത് ആ വാക്ക് പറയാനില്ല, അത് പ്രയോഗത്തിൽ കൊണ്ടുവരിക, ധർമ്മത്തോടുകൂടി ജീവിക്കുക എന്നുള്ളത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ കലിയുഗ മനുഷ്യന്റെ കാലഘട്ടത്തിൽ. അപ്പോൾ ആ ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുവാൻ പോലും അർഹതയില്ലാത്ത ഈ കാലഘട്ടത്തിൽ ശ്രീരാമചന്ദ്രന്റെ പ്രവൃത്തികളെ എടുത്ത് വിശകലനം ചെയ്യുന്നതിൽ യാതൊരർത്ഥവുമില്ല. പിന്നെ വിശകലനം ചെയ്യുന്നത് വളരെ നല്ലത്. എപ്പോഴും രാമായണം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിന്റെ പ്രാധാന്യം വളരെ സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് കാലാതീതവർത്തിയായിട്ട് അവശേഷിക്കുകയാണ്. ഇപ്പോഴും എല്ലാവർക്കും ചർച്ച ചെയ്യുവാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും കഴിയുന്ന ശ്രേഷ്ഠ ഗ്രന്ഥമായി ആദികാവ്യം മാറുന്നു. എല്ലാവർക്കും ഭഗവാന്റെയും സീതാദേവിയുടെ അനുഗ്രഹം സമർത്ഥമായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ സർവകർമ്മങ്ങളും ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.